വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ കടുത്ത പ്രതിസന്ധിയിൽ. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് നാളെ ഗവർണറെ കാണും. നാളെ രാവിലെ 10:30 അടിയന്തര നിയമസഭാ കക്ഷി യോഗം ചേരും. യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് വിമതരുടെ നിലപാട്. 30 MLA-മാർ ഒപ്പമുണ്ടെന്നും സർക്കാർ ന്യൂനപക്ഷമായെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, രാജസ്ഥാനിലും കോൺഗ്രസ് സർക്കാർ വീഴാൻ പോവുകയാണോ? സച്ചിൻ പൈലറ്റ് BJP-യിലേക്ക് തന്നെയാണോ? അത് വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? വലിയ പ്രതിസന്ധി രാജസ്ഥാനിലും കോൺഗ്രസ് നേരിടുന്നു. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ സച്ചിൻ പൈലറ്റ് ഡൽഹിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് 30 MLA-മാർ തനിക്കൊപ്പം ഉണ്ട് എന്നാണ് സച്ചിൻ പൈലറ്റിന്റെ അവകാശവാദം. ഇന്നലെ അദ്ദേഹം അഹമ്മദ് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ന് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കളുമായി ഒരു കോൺഗ്രസ് നേതാക്കളുമായും സച്ചിൻ പൈലറ്റ് ബന്ധപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇന്ന് നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരുന്നു. ഈ യോഗം പിന്നീട് മാറ്റിവെക്കാനുണ്ടായത്. നാളെ ഏതായാലും കാലത്ത് നിയമസഭാ കക്ഷി യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ യോഗത്തിലും സച്ചിൻ പൈലറ്റും ഒപ്പമുള്ളവരും പങ്കെടുക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സച്ചിൻ പൈലറ്റും ഒപ്പമുള്ള 30 MLA-മാരും മാറി നിൽക്കുകയാണെങ്കിൽ സർക്കാർ ന്യൂനപക്ഷമാകുന്ന സാഹചര്യം വരും. സച്ചിൻ പൈലറ്റ് എന്ത് നിലപാടെടുത്താലും അതിനൊപ്പം നിൽക്കുമെന്നാണ് ഇപ്പോൾ വിമതർ അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റിനോട് ചേർന്ന് നിൽക്കുന്നവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് BJP-യോട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിനും തയ്യാറാണ് നിലപാടിലാണ് ഇവർ ഉള്ളത്. മാത്രവുമല്ല, സച്ചിൻ പൈലറ്റിനോട് ചേർന്ന് നിൽക്കുന്നവർ വ്യക്തമാക്കുന്നത് BJP-യുമായുള്ള ചർച്ചകൾ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ നിലവിൽ ചർച്ചകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് സച്ചിൻ പൈലറ്റുമായി ചേർന്ന് നിൽക്കുന്നവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. BJP നേതൃത്വമാകട്ടെ നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കാണുന്നു എന്ന പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും അവകാശപ്പെട്ടിട്ടുള്ളത് MLA-മാരും എല്ലാം തന്നെ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിരീക്ഷകരായി രൺദീപ് സുർജേവാല അടക്കമുള്ളവരെ ജയ്പൂരിലേക്ക് കോൺഗ്രസ് നേതൃത്വം അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗമാണ് നിർണായകമാവുക. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന കാലം മുതൽ തന്നെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്നു. കാരണം PCC പ്രസിഡന്റ് ആയിരുന്നു സച്ചിൻ പൈലറ്റ്. അന്ന് മുഖ്യമന്ത്രി ആരാവണമെന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അധികാരം വടംവലി ഉണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് നേതൃത്വം അന്നത്തെ അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ടാണ് അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയും സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയായി നിശ്ചയിക്കുകയും ചെയ്ത് പിന്നീട് പല ഘട്ടങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടിരുന്നു. പ്രത്യേകിച്ച് പെഹ്ലൂഖാൻ വധമടക്കമുള്ള കേസുകളിൽ, മറ്റൊന്ന് കോട്ടയിൽ ശിശുമരണവുമായി ബന്ധപ്പെട്ട കേസ്, ഇങ്ങനെ പല വിഷയങ്ങളും സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് ഉപമുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ MLA-മാരെ BJP റാഞ്ചാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞു. പക്ഷേ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേദിയിലും ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റിനെ ഒപ്പം നിർത്താനും ഒക്കെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഈ തലത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? ഇനിയൊരു യോജിപ്പ് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാകില്ല എന്ന സാഹചര്യം തന്നെയാണോ ഉള്ളത്? രേണുക, രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സാഹചര്യമാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. അതായത് BJP MLA-മാരെ റാഞ്ചാൻ ശ്രമിക്കുന്നെന്നായിരുന്നു പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സച്ചിൻ പൈലറ്റിനെ ഈ സംഘം മൊഴിയെടുക്കാനായി പോലീസ് സംഘം വിളിച്ചിരുന്നു. ഇതിൽ സച്ചിൻ പൈലറ്റിന് അതൃപ്തിയുണ്ട് എന്നാണ് വ്യക്തമായത്. അതിനുശേഷമാണ് ഏതായാലും സച്ചിൻ പൈലറ്റ് പിന്നെ ഡൽഹിയിലേക്ക് പോയത്, MLA-മാരുമായി പോയതും കോൺഗ്രസ് നേതൃത്വമായി ചർച്ച നടത്താൻ തീരുമാനിച്ചതും. ഏതായാലും സോണിയാഗാന്ധിയെ കാണുമെന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും ഇന്ന് ഒരു നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താൻ സച്ചിൻ പൈലറ്റ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, സച്ചിൻ പൈലറ്റിനെ ബന്ധപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം സാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഏതായാലും എന്തായിരിക്കും ഇനി സച്ചിൻ പൈലറ്റ് നീക്കം എന്നത് നിർണായകമാണ്. ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു മധ്യപ്രദേശിലുണ്ടായത്. ഒരുപക്ഷെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വഴി സ്വീകരിക്കുമോ അതോ കോൺഗ്രസ് നേതൃത്വം അതിനു മുമ്പായി പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കം നടത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട വിഷയം. രാകേഷ്, വലിയ ഈ സമൻസ് അയച്ച നടപടിയിൽ വലിയ പ്രതിഷേധം സച്ചിൻ പൈലറ്റിനുണ്ട്. അഹമ്മദ് പട്ടേലുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അത് ഉന്നയിച്ചു. ഒരു നീതികേടും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് അഹമ്മദ് പട്ടേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അനുനയ ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടോ? അതിന് മീഡിയേറ്റേഴ്സിനെ നിശ്ചയിച്ച് അങ്ങനെയുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ടോ? രേണുക, തീർച്ചയായും കോൺഗ്രസ് ഭാഗത്തുള്ള അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് AICCയുടെ ചുമതലയുള്ള നേതാക്കൾ, രാജസ്ഥാന്റെ ചുമതലയുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രതിസന്ധി ഉണ്ടാകില്ല, MLA-മാരെല്ലാം തന്നെ ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാവില്ല. മധ്യപ്രദേശിലെ സാഹചര്യമായിരിക്കില്ല രാജസ്ഥാനിൽ നിന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ
സച്ചിൻ പൈലറ്റ് ക്യാമ്പ് ഏതായാലും സച്ചിൻ പൈലറ്റ് എന്ത് നിലപാട് സ്വീകരിക്കുന്നുവോ ആ നിലപാടിനൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഏതായാലും നിലവിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. ഏതായാലും അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് സച്ചിൻ പൈലറ്റ് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ സച്ചിൻ പൈലറ്റ് ക്യാമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാരുടെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് സച്ചിൻ പൈലറ്റ് പോവുകയാണ്. ഏതായാലും സച്ചിൻ പൈലറ്റിനെ അന്വേഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിലുള്ള ഒരു വലിയ സംസ്ഥാനത്തിൽ അവർക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. കാരണം നിലവിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന് അവിടെയുണ്ട്. അതാണ് അങ്ങനെ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കൈവിടാൻ പോകുന്നത്. എന്തായാലും മധ്യപ്രദേശിന് പിന്നാലെ രാജസ്ഥാനിലും കോൺഗ്രസ് സർക്കാർ കടുത്ത പ്രതിസന്ധിയിലെത്തിയിരിക്കുകയാണ്. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. സ്വപ്നയും സന്ദീപും റിമാൻഡിൽ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സന്ദീപ് നായരും റിമാൻഡിൽ. കൊച്ചിയിലെ NIA കോടതിയാണ് 3 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തത്. സന്ദീപ് നായരെ കറുകുറ്റിയിലും സ്വപ്നയെ തൃശൂരിലുള്ള കോവിഡ് കെയർ സെന്ററുകളിലും എത്തിച്ചു. കോവിഡ് ഫലം നെഗറ്റീവായാൽ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. 10 ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷ NIA കോടതിയിൽ സമർപ്പിച്ചു. ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. നാളെയാണ് മറ്റുള്ളതൊക്കെ പരിഗണിക്കുള്ളവരെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള നാളെയാണ് പരിഗണിക്കുള്ളൂ. അതിലില്ല, അവർക്ക് മെഡിറ്റേഷൻ മാത്രം മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 10 ദിവസത്തേക്കുള്ള അപേക്ഷയാണ്. നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണ് അത് നാളത്തേക്കാണ് ഹിയറിങ്ങിന് വെച്ചിരിക്കുന്നത്. നാളത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ ഹിയറിങ്ങിന് വെച്ചിരിക്കുന്നത്. അത് 3 ദിവസത്തെ കസ്റ്റഡി. നാളെ റിസൾട്ട് വന്നിട്ട് നാളെയാണ് 10 ദിവസത്തെ പരിഗണിക്കുള്ളൂ. നാളത്തേക്ക് M. ശിവശങ്കറെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയേറി. കേസിലെ 1-ാം പ്രതി സരിത്തിന്റെ തിരുവല്ലത്തെ വീട്ടിൽ പരിശോധന നടത്തിയ NIA CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുത്തു. മറ്റൊരു പ്രതിയായ റമീസിന്റെ പെരിന്തൽമണ്ണയിലെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി. ഇന്നലെ വൈകിട്ട് ബംഗളൂരുവിൽ നിന്നാണ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ സ്വപ്നയും സന്ദീപും പിടിയിലായത്. രാജ്യം ഉറ്റുനോക്കിയ കേസിലെ പ്രതികളെ പിടികൂടിയ വിവരം ന്യൂസ് 18-ലൂടെയാണ് ലോകം അറിഞ്ഞത്. നാടകീയമായിരുന്നു സ്വപ്നയെയും സന്ദീപിനെയും കൊണ്ട് NIA സംഘത്തിന്റെ കേരളത്തിലേക്കുള്ള യാത്ര. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും വരെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾക്കാണ്. തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും ഞെട്ടിച്ച ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന സ്വപ്ന സുരേഷിനെ NIA സംഘം പിടികൂടിയിരിക്കുന്നു. ഒളിവിൽ പോയി 6-ാം ദിനം സ്വപ്നയും സന്ദീപും പിടിയിലാകുമ്പോൾ ആ വാർത്ത ന്യൂസ് 18-ലൂടെ ആദ്യം പുറത്തുവന്നു. NIA കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരമാണത്. സ്വപ്ന സുരേഷ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നാണ് വിവരം. പിന്നാലെ വാർത്ത ഏറ്റെടുത്ത മറ്റു ചാനലുകൾ പ്രതികളെ വിമാനമാർഗം കൊണ്ടുവരുമെന്ന് മറ്റുള്ളവർ വാർത്ത നൽകിയപ്പോൾ റോഡ് മാർഗമെന്ന് ഉറപ്പിച്ച ന്യൂസ് 18. ബാംഗ്ലൂരിലെ നിയമപരമായ കാര്യങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ അവിടെ നിന്ന് റോഡ് മാർഗം സ്വപ്നയുമായി സംഘം കേരളത്തിലേക്ക് തിരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും ന്യൂസ് 18 പ്രതിനിധി. പ്രതികളായ ഇവർ രണ്ടുപേരെയും ബംഗളൂരുവിലെ BTM ലേഔട്ടിൽ നിന്നാണ് NIA കസ്റ്റഡിയിലെടുത്തത്. ഇവിടെ ഒരു ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നുള്ള ഒരു സ്പെഷ്യൽ ഇൻപുട്ടിനെ തുടർന്നാണ് NIA ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. ഉറക്കമില്ലാത്ത വാർത്താ ദിനത്തിനൊടുവിൽ പ്രതികളുമായി NIA സംഘം കേരളത്തിലേക്ക്. പുലർച്ചെയാണ് വനിതാ CI ഉൾപ്പെടെയുള്ള 10-അംഗ സംഘം പ്രതികളുമായി കേരളത്തിലേക്ക് തിരിച്ചത്. അതിർത്തി പ്രദേശങ്ങളായ വാളയാറിലും മുത്തങ്ങയിലും ആകാംക്ഷയോടെ മാധ്യമപ്രവർത്തകർ. പ്രതികളുമായുള്ള വാഹനം വാളയാർ കടന്നു. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. 2 വാഹനങ്ങളിലായിരുന്നു സന്ദീപും സ്വപ്നയും. അതിർത്തി കടന്നപ്പോൾ പോലീസ് വാഹനം NIA സംഘത്തിന് സുരക്ഷയൊരുക്കി. യാത്ര കുതിരാനിലെത്തിയപ്പോൾ സ്വപ്ന സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ പഞ്ചറായി. സ്വപ്നയെ സന്ദീപ് സഞ്ചരിച്ച വാഹനത്തിലേക്ക് മാറ്റിയായിരുന്നു പിന്നീടുള്ള യാത്ര. പാരിയക്കരയിലും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രതികൾ ആലുവ ജില്ലാ ആശുപത്രിയിൽ. ഇവിടെ കോവിഡ് ടെസ്റ്റും മെഡിക്കൽ പരിശോധനകളും പൂർത്തിയാക്കി. കൊച്ചി NIA ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ.
NIAക്ക് അഭിവാദ്യമർപ്പിച്ച് BJP പ്രവർത്തകർ. NIA വാഹനങ്ങൾ കൊച്ചി ഓഫീസിൽ. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ലാത്തി വീശി പോലീസ്. ഓഫീസിനുള്ളിൽ NIAയുടെ ചോദ്യം ചെയ്യൽ. പുറത്ത് തടിച്ചുകൂടി ജനം. സ്വപ്നയെ കാണാൻ ഭർത്താവും മകളും NIA ഓഫീസിൽ. പ്രതികളെ NIA കോടതിയിലേക്ക്. ഞായറാഴ്ച പ്രത്യേക അനുമതിയോടെയായിരുന്നു കോടതിയുടെ പ്രവർത്തനം. സ്വപ്നയും സന്ദീപും NIA കോടതിയിൽ. പ്രതികളെ റിമാൻഡ് ചെയ്തു. തുടർന്ന് കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക്. നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തിയ കേസിൽ ഏറെ നിർണായകമായ ഒരു ഘട്ടമാണ് പൂർത്തിയാകുന്നത്. കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരിലേക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം എത്തുമെന്നുറപ്പായതോടെ സ്വർണ്ണക്കടത്തിൽ സർക്കാരിനെ വിടാതെ പ്രതിപക്ഷം. വ്യാജരേഖ നൽകി സ്വപ്ന ജോലി നേടിയതിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലും തീരുമാനം വൈകുകയാണ്. തുടർ പ്രതിഷേധം തീരുമാനിക്കാൻ നാളെ UDF ചേരും. സ്വപ്നയെയും സന്ദീപിനെയും ബംഗളൂരുവിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്ക് ഉന്നതരുടെ സംരക്ഷണമുണ്ടെന്ന BJPയുടെ ആരോപണം ബലപ്പെടുത്തുന്നതാണ്. മുഖ്യപ്രതികൾ പിടിയിലായ സാഹചര്യത്തിൽ ശിവശങ്കറിലേക്ക് അന്വേഷണമെത്താൻ വൈകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. ശിവശങ്കർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ സന്ദർശക രജിസ്റ്ററിൽ നിന്നും NIAക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേസിലെ പ്രതികളുമായി ശിവശങ്കറിന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടും സസ്പെൻഷൻ വൈകുന്നത് പ്രതിപക്ഷം ആയുധമാക്കും. പദവികളിൽ നിന്നും നീക്കി ശിവശങ്കറിന് അവധിയിൽ പോകാൻ അവസരമൊരുക്കിയത് മുഖ്യമന്ത്രിയുടെ മൃദു സമീപനത്തിന് തെളിവായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായക പദവിയിലിരുന്നാണ് ശിവശങ്കർ പ്രതികൾക്ക് സഹായം ചെയ്തത്. ഈ വിമർശനം പ്രതിരോധിക്കാൻ സർക്കാരിനും എളുപ്പമാവില്ല. സംസ്ഥാന പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പൂർണ്ണ സഹകരണത്തോടു കൂടിയല്ലേ ഇവർ സംസ്ഥാന അതിർത്തി കടന്നുപോയത് എന്നത് ഗവൺമെന്റ് പരിശോധിക്കാൻ തയ്യാറാകുമോ? പോലീസിന്റെയും സംസ്ഥാന സർക്കാരിലെ ഉന്നത കേന്ദ്രങ്ങളുടെയും സഹായം ലഭിക്കാതെ സ്വപ്നയ്ക്കും കുടുംബത്തിനും എങ്ങനെ ബാംഗ്ലൂരിലെത്താൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിനും ഉത്തരം നൽകേണ്ടി വരും. പ്രതികൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധവും അന്വേഷണത്തിൽ വെളിപ്പെടുമെന്നാണ് കോൺഗ്രസും BJPയും കണക്കുകൂട്ടുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകളുടെ വ്യാപാര സമുച്ചയമുള്ള സ്ഥലത്തിന് വളരെ അടുത്താണ് അവർ ഒളിവിൽ കഴിഞ്ഞത്. കേരള പോലീസിന്റെ സഹായമില്ലാതെ ഈ കാലയളവിൽ എങ്ങനെയാണ് അവർക്ക് കർണാടകയിലേക്ക് കടക്കാൻ കഴിഞ്ഞത്? കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ചൊവ്വാഴ്ച ജില്ലാതലത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ UDF യോഗം ചേർന്ന് തുടർ പ്രതിഷേധ പരിപാടികൾ തീരുമാനിക്കും. ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടർന്നാൽ മന്ത്രിമാരടക്കം ഉന്നതർക്ക് കുരുക്കുമുറുകുമെന്ന് കോൺഗ്രസും BJPയും കണക്കുകൂട്ടുന്നു. VR കാർത്തിക്, ന്യൂസ് 18, തിരുവനന്തപുരം. ഉദ്യോഗസ്ഥ രംഗങ്ങളിൽ ഒട്ടനവധി ദുഷിച്ച പ്രവണതകളുണ്ടെന്നും അതില്ലാതാക്കാനാണ് ശ്രമമെന്നും മന്ത്രി EP ജയരാജൻ. തെറ്റ് ചെയ്യുന്ന ആരെയും രക്ഷിക്കില്ല. സർക്കാരിന്റെ കൈകൾ സംശുദ്ധമാണെന്നും മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നും ന്യൂസ് 18 ചർച്ചയിൽ EP ജയരാജൻ പറഞ്ഞു. പരിശുദ്ധരാണ്, സംശുദ്ധരാണ്. ഞങ്ങൾക്കതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. സാധാരണ മുഖ്യമന്ത്രി പറയാറുള്ളത് പോലെ മടിയിൽ കനമുള്ളവനെ ഭയപ്പാടുണ്ടാവൂ. ഞങ്ങളുടെ മടിയിൽ ഒരു കനവുമില്ല. അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ NIA ശക്തമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ രംഗങ്ങളിൽ ഒട്ടനവധി ദുഷിച്ച പ്രവണതകളും ശീലങ്ങളുമുണ്ട്. അത് ഇല്ലാതാക്കാനാണ് ഞങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ച് കുറച്ചുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരാളെയും രക്ഷിക്കപ്പെടുന്ന പ്രശ്നം ഈ ഗവൺമെൻറ് മുമ്പിലില്ല, അതാരായാലും. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വളരെ സുതാര്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കണം. ഒപ്പം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ബെന്നി ബെഹനാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ കോടികൾ മുടക്കി സ്വപ്ന സുരേഷിന്റെ ആഡംബര വീട് നിർമ്മാണം. 4200 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുൻ IT സെക്രട്ടറി M ശിവശങ്കർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. നഗരസഭയിൽ നിന്ന്
അനധികൃതമായി പെർമിറ്റ് സ്വന്തമാക്കിയാണ് വീട് നിർമ്മാണമെന്ന ആരോപണത്തിൽ മേയർ നഗരസഭാ സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് കോടികൾ മുടക്കിയുള്ള സ്വപ്നയുടെ വീട് നിർമ്മാണം നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് കണ്ണേറ്റ് മുക്കിലാണ്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെയാണ് ഈ വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്ന് മാസം മുൻപാണ് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. ചടങ്ങിൽ മുൻ IT സെക്രട്ടറി ശിവശങ്കർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തിരുന്നു. ലോക്ഡൌണിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി. ഇളവുകൾ വന്നതോടെ ഫയലിംഗ് ജോലികൾ പൂർത്തിയാക്കി. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയായ സരിത്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കാണ് വീട് നിർമ്മിക്കാനുള്ള കരാർ നൽകിയിരുന്നത്. വീടിന്റെ പണികൾ നടക്കുന്നതിനിടെ സ്വപ്നയും സരിത്തും നിരന്തരം സ്ഥലം സന്ദർശിച്ചിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. 2009 സ്വപ്നയുടെ അച്ഛൻ വാങ്ങിയ വസ്തു സമീപകാലത്ത് സ്വപ്നയുടെ പേരിൽ എഴുതി നൽകുകയായിരുന്നു. അതേസമയം നഗരസഭയിൽ നിന്ന് അനധികൃതമായി പെർമിറ്റ് സ്വന്തമാക്കിയാണ് വീട് നിർമ്മാണമെന്ന ആരോപണത്തിൽ മേയർ കെ ശ്രീകുമാർ നഗരസഭാ സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. സ്വപ്നയുടെ ആഡംബര വീട് നിർമ്മാണവും സ്വർണ്ണക്കടത്തും തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നും പരിശോധനകളുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന കണ്ണിയെന്ന് കസ്റ്റംസ് കരുതുന്ന അരുവിക്കര സ്വദേശി സന്ദീപ് നായർ കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് സാമ്പത്തികമായി വളർന്നത്. ഡ്രൈവറും മൊബൈൽ കട നടത്തിപ്പുകാരനുമൊക്കെയായിരുന്ന സന്ദീപിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. ആഡംബര കാറുകളിൽ പലരും കാണാനെത്തിയിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. 7 വർഷം മുൻപാണ് അരുവിക്കര സ്വദേശിയായ സൗമ്യയെ സന്ദീപ് വിവാഹം കഴിക്കുന്നത്. അന്ന് ഡ്രൈവറായിരുന്നു സന്ദീപ്. തുടർന്ന് നെടുമങ്ങാട് മൊബൈൽ കട തുടങ്ങി. അതോടെ താമസം അരുവിക്കരയിലെ വാടക വീട്ടിലേക്ക് മാറ്റി. പ്രദേശത്ത് ആരുമായും സന്ദീപിന് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. അടുത്തിടെ നിരവധി ആഡംബര കാറുകൾ ഈ വീട്ടിലെത്തിയിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഓരോ ദിവസം ഓരോ വാഹനങ്ങളിൽ അങ്ങനെ അങ്ങ് പോകുന്നതും പിന്നെ ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നതൊക്കെയാണ്. ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, പുള്ളിയുടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു വളർച്ചയിലോട്ടെത്തിയത്. ഇതിനെക്കുറിച്ച് ഒരു 3 വർഷം മുമ്പ് വരെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ ആണെന്നാണ് ഞങ്ങളുടെ അറിവ്. പിന്നെ ഈ അടുത്ത കാലമായിട്ട് സാമ്പത്തികമായിട്ട് ഒരു വളർച്ച ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് തോന്നിയിട്ടുണ്ട്. വലിയ ആഡംബര കാറുകളിൽ വന്നു പോകുന്നു, ഒരുപാട് VIPs കാണാൻ വരുന്നു, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിലോട്ടായി. യൂസ്ഡ് ആഡംബര കാറുകൾ മാറി മാറി വാങ്ങുന്ന ശീലവും സന്ദീപിന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നിരവധി യാത്രകളാണ് സന്ദീപ് ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം നടത്തിയത്. നെടുമങ്ങാട് കാർബൺ ഡോക്ടർ എന്ന സ്ഥാപനം തുടങ്ങിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സന്ദീപ് പ്രവർത്തിച്ചിരുന്നില്ല. സന്ദീപിന്റെ സഹോദരനും സുഹൃത്തുക്കൾക്കുമായിരുന്നു ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ചുമതല. ന്യൂസ് 18 തിരുവനന്തപുരം. മുൻ IT സെക്രട്ടറി M ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തലത്തിൽ ആലോചന. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനയെ തുടർന്നാണ് നടപടി. അതേസമയം പിടിയിലായ സ്വപ്ന സുരേഷിന്റെ കോൾ ലിസ്റ്റിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടതായി NIA സംഘം കണ്ടെത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് ശിവശങ്കറിനെ തിരുവനന്തപുരത്തെ വീട്ടിൽ സുരക്ഷ ശക്തമാക്കി. ശിവശങ്കറിനെതിരെ നടപടി വേണമെന്ന് പാർട്ടിയിലും മുന്നണിയിലും അഭിപ്രായമുയർന്ന സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്തേക്കും. അതിനു മുമ്പ് നടപടിയെടുക്കാനാണ് നീക്കം. തെറ്റ് ചെയ്യുന്ന ആരെയും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. തെറ്റ് ചെയ്യുന്ന ഒരാളെയും രക്ഷിക്കപ്പെടുന്ന പ്രശ്നം ഈ ഗവൺമെന്റ് മുമ്പിലില്ല, അതാരായാലും. ശിവശങ്കരന്റെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ ചില നിർണായക രേഖകളും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. സ്വപ്നയെ കൂടാതെ സരിത്, സന്ദീപ് എന്നിവരുമായും ശിവശങ്കറിന് ബന്ധമുണ്ടെന്നും തെളിഞ്ഞിട്ടുണ്ട്. സ്വപ്നയുടെ കോൾ ലിസ്റ്റിൽ പോലീസിലെ ചില ഉന്നതർ ഉൾപ്പെട്ടതായി NIA കണ്ടെത്തി. 2 IPS ഉദ്യോഗസ്ഥരുടെ നമ്പറുകളിലേക്ക് സ്വപ്ന വിളിച്ചതിന്റെ തെളിവുകളാണ് ലഭിച്ചത്. VS അനു, ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 ചാനൽ ലേബൽ ഉപയോഗിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുതുക്കോത്ത് സ്വദേശി പ്രണീലിനെതിരെയാണ് കേസ്. CPM പ്രവർത്തകൻ പുറത്തിൽ സ്വദേശി KP മൂസ നൽകിയ പരാതിയിന്മേലാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്തത്. സ്വർണ്ണക്കള്ളക്കടത്തിൽപ്പെട്ട സ്വപ്നയെ പിടികൂടിയത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഫ്ളാറ്റിൽ നിന്നാണെന്ന വ്യാജ വാർത്ത സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ സ്വർണ്ണവേട്ട. 4 പേരിൽ നിന്നായി 2513 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 1.21 കോടി രൂപ വില വരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. റാസൽ ഖൈമയിൽ നിന്നെത്തിയ ചാർട്ടേഡ് വിമാനത്തിലെ യാത്രക്കാരാണ് ഇന്ന് പിടിയിലായത്. കാസർഗോഡ് സ്വദേശികളായ അബ്ദുൾ സത്താർ, മുഹമ്മദ് ഫൈസൽ, മിഥിലാജ് എന്നിവരും അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ
1.8 ഗ്രാം സ്വർണവുമായി എത്തി തിരുവനന്തപുരം സ്വദേശിയായ സ്ത്രീയുമാണ് പിടിയിലായത്. സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം ഉയരുന്നു. ഇന്ന് 206 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ഇന്ന് ആകെ രോഗം ബാധിച്ചത് 435 പേർക്കാണ്. കൊല്ലത്ത് ചികിത്സയിലുണ്ടായിരുന്ന വാളത്തുങ്കൽ സ്വദേശി ത്യാഗരാജൻ മരിച്ചു. നേരത്തെ മരിച്ച 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൊല്ലത്തെ ചികിത്സയിലുണ്ടായിരുന്ന വാളത്തുങ്കൽ സ്വദേശി ത്യാഗരാജൻ, ജൂലൈ 5 മരിച്ച തൃശൂർ സ്വദേശി വത്സല, ജൂലൈ 7 മരിച്ച ആലപ്പുഴ ജില്ലയിലെ ബാബു എന്നിവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 435 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ 206 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം. എറണാകുളം, കാസർഗോഡ് ജില്ലകളിലെ 41 പേർക്ക് വീതവും, ആലപ്പുഴ ജില്ലയിലെ 35 പേർക്കും തിരുവനന്തപുരം ജില്ലയിലെ 31 പേർക്കും സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചു. കൂടാതെ പത്തനംതിട്ട ജില്ലയിലെ 24 പേർക്കും മലപ്പുറം ജില്ലയിലെ 17 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായി. 10 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 128 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 87 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 132 പേർക്ക് രോഗം ഭേദമായി. 3743 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 30 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. അതേസമയം തീരദേശ തീവ്ര കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. നാളെ വൈകിട്ട് 6 മുതൽ ജൂലൈ 23 വരെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ കോവിഡ് നിരീക്ഷണത്തിലിരുന്ന ക്യാൻസർ രോഗി മരിച്ചു. കുന്നോത്തുപറമ്പ് സ്വദേശി ആയിഷയാണ് മരിച്ചത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, നിരീക്ഷണത്തിലിരുന്ന സ്ത്രീയാണ്. ഇവരുടെ പരിശോധന നടന്നിട്ടുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ പരിശോധന നടന്നിട്ടുണ്ട്. ഫലം നാളെ ലഭിക്കും എന്നാണ് കരുതുന്നത്. പരിയാരത്ത് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരണം. ഇവരുടെ ഭർത്താവിന് നേരത്തെ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇവരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇവർക്ക് ക്യാൻസർ ഉള്ളതിനാൽ ഇവർക്ക് ആരോഗ്യനില വഷളാവുകയായിരുന്നു. അതോടൊപ്പം തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ മറ്റൊരു കാസർഗോഡ് സ്വദേശിയായ മെറിയുമ്മയും മരിച്ചിട്ടുണ്ട്. ഏവരും ആദ്യഘട്ടത്തിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ ഫലം ഇന്ന് വന്നിട്ടുണ്ട്. ഇത് നെഗറ്റീവാണ് എന്ന ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ 2 പേർ നിരീക്ഷണത്തിലുള്ളവർ മരിച്ചിരിക്കുന്നു. ഒരാളുടെ ഫലം പുറത്തു വന്നു, അത് നെഗറ്റീവാണെന്നും വ്യക്തമായിട്ടുണ്ട്. മറ്റൊരാളുടെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ട്. ഈ ക്യാൻസർ നിരീക്ഷണത്തിലായിരുന്ന രോഗി വീട്ടിലായിരുന്നോ നിരീക്ഷണത്തിൽ? കൂടുതൽ കെയർ വേണ്ടിയിരുന്നോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അല്ല, അവര് നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് ഈ ക്യാൻസർ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് എത്തിയിരുന്നു. ഭർത്താവിന് ഇത് COVID-19 ഇന്നലെ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇവരുടെയും പരിശോധനയ്ക്ക് ആയി ഇവരെ കൊണ്ടുപോയത്. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് ഇവരുടെ മരണവും ഉണ്ടായത്. പരിശോധനാ ഫലം എപ്പോൾ എത്തുമെന്നാണ് മനു കരുതുന്നത്? നാളെ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് ആരോഗ്യ. അപ്പോൾ അതുവരെ മൃതദേഹം സൂക്ഷിക്കുക എന്നതാണ്. അനുസരിച്ചുള്ള നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. അത് മെഡിക്കൽ ബോർഡ് കൂടിയായിരിക്കും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. മനു ഭരത് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന ക്യാൻസർ രോഗി മരിച്ചു. കുന്നോത്തുപറമ്പ് സ്വദേശി ആയിഷയാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ ലോക്ഡൌണിൽ ഇളവുകൾ. അവശ്യമേഖലയിൽ 50% സർക്കാർ ജീവനക്കാർക്കും സെക്രട്ടേറിയറ്റിലെ മറ്റു വകുപ്പുകളിൽ അനിവാര്യമായ പ്രവർത്തനങ്ങൾക്ക് 30% ജീവനക്കാർക്കും ഹാജരാകാം. പാൽ, പലചരക്ക് കടകൾ, ബേക്കറികൾ എന്നിവയ്ക്ക് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയും വിൽപ്പന നടത്താം. ജനകീയ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം ഒഴികെ മറ്റൊന്നിനും ഡോർ ഡെലിവറി അനുവദിക്കില്ല. മുൻ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ പൊതുപരീക്ഷകളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നടത്താൻ പാടില്ലെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിൽ പറയുന്നു. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് 68 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 1966 4244 പേർക്ക് പുതുതായി രോഗം കണ്ടെത്തി. 1,38,470 ആകെ രോഗബാധിതർ. കർണാടകയിൽ 71 പേർ കൂടി 24 മണിക്കൂറിനിടെ മരിച്ചു. ആകെ മരണസംഖ്യ 684. 38,843 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. പശ്ചിമബംഗാളിൽ 26 പേർ കൂടി 24 മണിക്കൂറിനിടെ മരിച്ചു. ആകെ മരണസംഖ്യ 932. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് മരിച്ചത് 173 പേരാണ്. 2,54,427 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. 10,289 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു.
ഐശ്വര്യ റായിക്കും മകൾ ആരാധ്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു. അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. മുംബൈ നാനാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജയ ബച്ചന്റെയും മകൾ ശ്വേതയുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. സിനിമാ പ്രവർത്തകരിൽ നിന്നുമാണ് അമിതാഭിന് രോഗം പകർന്നതെന്നാണ് സൂചന. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ളവർക്കും രോഗം കണ്ടെത്തിയത്. ബച്ചൻ കുടുംബത്തിലെ 4 പേർ രോഗബാധിതരായതോടെ ഇവരുടെ മുംബൈ ജുഹുവിലെ ജൽസ ബംഗ്ലാവ് സീൽ ചെയ്തു. വീടും ഓഫീസും പരിസരവും അണുവിമുക്തമാക്കി മേഖല കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു.